കിട്ടിയോന്ന് ടേസ്റ്റേ ആ കൊള്ളാലോ. കളയല്ലേ അത്, നാളത്തേക്ക് വേണ്ടേ? മുറിച്ചെടുക്കാം. നാളത്തേക്ക്? അത് ഒരാഴ്ചത്തേക്ക് ഉണ്ടാവില്ല സാധനം. കളിക്കരുത് കേട്ടാ നീ. ഒരു സാധനം മേടിക്കരുത് ക്ലീറ്റോ. എടി അതിന്റെയൊക്കെ വില എത്രയാണെന്ന് അറിയാമോ? വിലയുള്ള സാധനങ്ങളൊന്നും മേടിക്കണ്ടേ? അതൊക്കെ വാങ്ങണം. 10 രൂപയുടെ സാധനമാണ്. അത് ഇനിയും കുറച്ചുകൂടെ തേക്കാനുള്ള സാധനമാണ്. നിനക്കൊന്നും അതിന്റെ ബുദ്ധിമുട്ട് അറിയില്ലല്ലോ. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചേക്കണേ? അവരിവിടുന്ന് പോയതിനു ശേഷം ഈ വീട്ടിൽ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടോ? അടുക്കളയിൽ ഒരു വകയില്ല മനുഷ്യ. അല്ല ഇപ്പൊ ഇവിടെ പട്ടിണിയാണല്ലോ അല്ലേ? ആ അപ്പുറത്തുനിന്ന് അരി സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ ഉപയോഗിച്ചു. അതെല്ലാം തീർന്ന്. ഇനി ഒന്നുമില്ല. വെളിച്ചെണ്ണയില്ല, അരിയില്ല, മുളകില്ല, ഉപ്പില്ല. ഞാൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്ന വെച്ചാൽ എല്ലാ പെണ്ണുങ്ങളും ചെയ്യണം. എന്ത്? വേറെ എന്തെങ്കിലുമൊക്കെ വല്ല കപ്പയോ? കപ്പ നിങ്ങൾ നട്ട് വെച്ചിട്ടുണ്ടോ? അപ്പൊ ഇവിടെ 1-2 കൂട് നിപ്പുണ്ടല്ലോ. എന്റെ ക്ലീറ്റോ, നിങ്ങളൊരാണല്ലേ, എന്തെങ്കിലും ഒരു വക നിനക്ക് ഈ ഒരു കാര്യം അല്ലാതെ വേറെ ഒരു വകയും പറയാല്ല. അല്ലെങ്കിൽ വീട്ടു സാധനങ്ങള്. അല്ല വീട്ടു സാധനങ്ങളുടെ അല്ലേ, വേറെ കാര്യമുണ്ട്. കറണ്ട് ബില്ല് എപ്പോ അടയ്ക്കും? ഇന്ന് ലാസ്റ്റ് ഡേറ്റാ. ഇന്നലെ പറഞ്ഞു ഇന്ന് അടയ്ക്കാന്ന് പറഞ്ഞു, മിനിഞ്ഞാന്ന് പറഞ്ഞു നാളെ അടയ്ക്കാന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യാനാ? പൈസ ഒരാള് വരണ്ടേ? ഞാൻ എന്ത് ഈസി ആയിട്ട് പറയണേ നോക്കി. ഞാൻ എന്ത് ചെയ്യാനാ? അപ്പൊ ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിച്ചാലോ? ക്ലീറ്റോ പുതിയ ലൈൻമാൻ ആണ്. അയാൾ വന്ന് ഫ്യൂസ് ഊരും. കനകനായിരുന്നപ്പോ വൈകുന്നേരം അവൻ കുത്തി തരും. അയ്യോ അത്രയും ശല്യമല്ല. അവൻ എനിക്ക് ഇച്ചിരി പരിചയമുണ്ട്. അവനോട് പറഞ്ഞ 2 ദിവസം അവധി എനിക്ക് കിട്ടും. ക്ലീറ്റോ ഇന്ന് ലാസ്റ്റ് ഡേറ്റ്. അവര് വന്ന് ഫ്യൂസ് ഊരുമെന്ന്. അവൻ ഊരാൻ വരുമ്പോ അല്ലേ? അവൻ ഊരാൻ വിവരം അറിയും. എനിക്കറിയാം എന്റെ വകുപ്പ് എന്താ ചെയ്യാനുള്ളത്. ക്ലീറ്റോ അത് ഊരി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് എന്താ കാര്യം? അവൻ ആദ്യം ഊരട്ടെ. എനിക്ക് ദേഷ്യം വന്നിട്ട് അത് തന്നെ പറയട്ടെ. രാവിലെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുക. നീ പോയ വേറെ വല്ല പണി ഉണ്ടെങ്കിൽ. നിങ്ങളപ്പോ ഇത് ചെയ്യൂല? ആരോടെങ്കിലും പൈസ മേടിച്ചിട്ട് വന്നിട്ട് അത് അടയ്ക്കാൻ. ഓ എന്റെ കർത്താവേ, പൈസ 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 എന്നല്ലാതെ നിന്റെ വായിൽ വേറെ ഒരു വരൂല. അയ്യോ അമ്മ, എടി ഞാൻ പറഞ്ഞില്ലേ പൈസ വരാണ്ടെന്ന് പറഞ്ഞേ. ഒന്നേക്കുള്ള പൈസ. ഓ അപ്പൊ അമ്മയുടെ പെൻഷൻ കാശ് കണ്ടിട്ടാണ് പൈസ വരാണ്ടെന്ന് പറഞ്ഞല്ലേ? പിന്നെ അതെങ്ങനെ കാണാതിരിക്കും? മാസം കൃത്യമായിട്ട് തന്നോണ്ടിരിക്കണല്ലേ. അവർക്ക് ഉത്തരവാദിത്തം വേണ്ടേ? സമയത്ത് കൊണ്ട് തരണം. അല്ലാതെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് കാര്യമുണ്ടോ? മറുപടി ഞാൻ വന്നിട്ട് പറയാം. അമ്മേ കൊള്ളാം, വന്നത് നന്നായി. ഈ പേസ്റ്റിന്റെ ഒക്കെ വില നോക്കിയിട്ട് പല്ലിയാക്കാതിരിക്കണാണ് നല്ലത്. ഇതെന്താ മിണ്ടാതെ പറയാതെ പോകുന്നേ? എടി പെട്ടെന്നാണ് തീരുമാനിച്ചത്. ഇന്നലെ അഴകേശം വന്നിരുന്നപ്പോ ഞാൻ പറഞ്ഞു ഞാനും കൂടെ ഇങ്ങോട്ട് വരുന്ന, എന്നെ അങ്ങോട്ട് ആക്കിയേക്കെ. അവൻ അങ്ങോട്ട് തിരിച്ചങ്ങ് പോയി. വന്ന വിവരം ഒന്ന് വിളിച്ചു പറയാൻ പാടില്ലേ? എടി അത് പെട്ടെന്നല്ലായിരുന്ന. അവൻ വന്നത് കണ്ട് ഞാനിങ്ങനെ പോകുന്നു. അല്ല അതല്ല, വീട് കിടക്കുന്നത് കണ്ടില്ലേ? അകത്തൊക്കെ ചെലന്തി പോലെ ആയിരിക്കും. അമ്മാവനിപ്പോ അങ്ങോട്ട് വരാനൊക്കെ അറിയാല്ലേ? ഈ കുടുംബത്തോട്ടൊന്നും എത്തി നോക്കൂല. കൊള്ളിയല്ലേ നമ്മളൊക്കെ. ഇവൻ ഇങ്ങനത്തെ വർത്തമാനം എത്ര നാളും. അതുകൊണ്ടല്ല പോയതിനു ശേഷം ആരും ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കണില്ല. ഞാൻ അവന്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞതാ വല്ലപ്പോഴും ഒന്ന് ഇങ്ങോട്ട് വന്ന് നോക്കണേന്നൊക്കെ. ഭയങ്കര നോട്ടാന്നിട്ട്. അല്ലടി കൊച്ചാ, അവക്ക് പരീക്ഷ തുടങ്ങി. സ്കൂളിൽ പോയേക്കാ. ഇന്ന് ഹിന്ദി പരീക്ഷ. ദൈവമേ, വല്ലതുമൊക്കെ പഠിച്ചിട്ട് തന്നെ പോയത്. അതാ നിന്നെ പോലെയാണോ പോയത്? എനിക്കെന്താ അമ്മേ കുഴപ്പം? നിനക്ക് കുഴപ്പമല്ലേ ഉള്ളു. അമ്മേ ചുമ്മാ വല്ലപ്പോഴും വന്നിട്ട് ഓരോന്നിരുന്ന് പറയലേട്ടാ. ക്ലീറ്റോ എന്തെങ്കിലും കേൾക്കാൻ നോക്കിയിരിക്കുക. നീ എന്തായാലും വല്ലാതൊക്കെ ഭൂഷണിച്ചു പോയി. അമ്മേ എന്താന്ന് അറിയാൻ പാടില്ല, ഭയങ്കര ക്ഷീണോ? എടീ നീ ഇച്ചിരി ഭൂഷണിച്ചിട്ടുണ്ടെന്ന്, നന്നായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. നീ വണ്ണം വെച്ചെന്ന്. അതിനെന്താ പറഞ്ഞത്? ആലപ്പുഴയുള്ള വാക്കാ, പുതിയ വാക്കാണ്. ഭൂഷണം അല്ല, ഈ 10ാം ക്ലാസ്സിൽ പോയവർക്ക് അതെന്ന് പറഞ്ഞോട്ടെ. എടി ഭൂഷണിച്ചിരിക്കുകയാണല്ലോ ഡി നീ. ഭൂഷണിച്ചു നല്ല അമ്മയുടെ മോൻ എങ്ങനെയുണ്ട്? അവിടുത്തെ ആൾക്കാരുമായിട്ടുള്ള ഇടപെടൽ മര്യാദയ്ക്ക് തന്നെയാണോ? അല്ലെങ്കിൽ 4 ചുറ്റും കടലാണ്, ആളുകളുടെ അടുത്ത് കടലിൽ മുക്കുവാണ്. പൊന്നെ, അവന് മര്യാദയ്ക്കൊക്കെ നിൽക്കേണ്ടടുത്ത് നിൽക്കാനറിയാം. നീ 1-2 പറയുമ്പോഴാ ചൊറിഞ്ഞോണ്ട് അവനും അങ്ങോട്ട് വരുന്നത്. അല്ലാതെ ഞാനൊന്നും പറഞ്ഞില്ലേ? ഇതാണ്ട് അമ്മയും മോളും അങ്ങ് ജോയിന്റ് ആയി, നമ്മള് വെളിയിലായേ. വയ്യടി കാപ്പി അല്ല ചായ വേണേ. ആദ്യം ഒരു പച്ചവെള്ളം എന്താ? എന്റെ പൊന്നെ, എന്തോ ക്ഷീണോ, ഭയങ്കര
കാലുവേദനയൊക്കെ കുറവുണ്ട്. അവൻ കുഴമ്പൊക്കെ വാങ്ങിച്ചോണ്ട് തരുമല്ലോ. ആ പെണ്ണ് മരുന്ന് കഴിക്കണ്ടോ? പിന്നെ അയ്യോ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. എനിക്കമ്മ ഇതെന്താ കയ്യില് മുട്ട് പൊട്ടിയിരിക്കണേ? ഇതൊന്നും പറയണ്ട. എവിടെയും തട്ടിയതായിരിക്കും. കൊണ്ടുവച്ചേ. അയ്യോ സാധനം എടുത്തോട്ട് ഞാൻ. അല്ല ഇപ്പൊ പല്ലുമൊക്കെ തേക്കൂ. ഇപ്പൊ നല്ല തേപ്പാ. അതെ, ഇന്ന് എനിക്ക് പെട്ടെന്നൊരു വെളിപാടുണ്ടായി. എന്റെ അമ്മായി അമ്മ ആലപ്പുഴ ഇങ്ങോട്ട് വരണുണ്ട്, അതുകൊണ്ട് പല്ലൊക്കെ തേച്ച് വൃത്തിയായിട്ട് നിക്കാന്ന് വെച്ച്. ഈ കപ്പ് എടുത്തിട്ട് പോരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുറത്ത് പൈപ്പ് ഉണ്ടല്ലോ. അയ്യോ, കപ്പില് പല്ല് വെച്ചാൽ കഴിയാലോ. കപ്പിനകത്ത് ഇറങ്ങിയല്ലല്ലോ പല്ല് കഴിക്കണത്. എന്തിനാ അതിന്റെ ആവശ്യമില്ലല്ലോ. തങ്കം എന്താ ഞാൻ വെള്ളം എടുത്ത് കൊടുക്കട്ടെ? ഇങ്ങോട്ട് വന്നേ. ഇത് കുടിച്ചോട്ടോ. അമ്മക്ക് വിശക്കുണ്ടെങ്കിൽ അവിടെ ഇടിയപ്പം കഴിച്ചോളാം. ആ പാത്രത്തിൽ കറി ഉണ്ട്. അതെ, പിന്നെ അമ്മക്ക് എന്തെങ്കിലും ഉച്ചയ്ക്ക് കാര്യമായിട്ട് കഴിക്കാൻ വല്ലതും കൊടുക്കണ്ടേ? എന്താ സാധാരണ മനുഷ്യർ കഴിക്കണ പോലെ കഴിക്കണം. അല്ല, ഇച്ചിരി മട്ടണോ അങ്ങനെ എന്തെങ്കിലും മേടിക്കും. അങ്ങോട്ട് ചെന്നാൽ മതി, ഒരു വെറുതെ തരും. മട്ടന് പൈസ ഉണ്ടാവുന്ന വിചാരിച്ചേ. പൈസ അമ്മേടെ മേടിക്കും. മേടിക്കും. അമ്മ വന്ന് കയറിയുള്ളൂ. ഒറ്റനാണോ മനുഷ്യന്. എന്നാലും ഇച്ചിരി ബീഫെങ്കിലും മേടിക്കണ്ടേ? എൻ്റെ പൊന്നു കിട്ടോ, മട്ടനും വേണ്ട ബീഫും വേണ്ട. അമ്മയ്ക്ക് കൊളസ്ട്രോൾ ഉള്ളതാണ്. നിങ്ങൾക്ക് ഇച്ചിരി പച്ചക്കറി മേടിക്കാൻ പറ്റുമോ? ഒരു 50 രൂപയ്ക്ക്. നല്ല മീൻ കിട്ടും. മീൻ മേടിച്ചാലോ? മേടിച്ചിട്ട് വാ. കയ്യിലാണ്ട് എടുത്ത് വെച്ചേക്കണ പോലെയാ. പച്ചക്കറി എന്ന് പറഞ്ഞാൽ 50 രൂപയ്ക്ക് ഇപ്പോൾ കിട്ടൂല. 75 രൂപ കൊടുക്കാതെ പച്ചക്കറി കിട്ടൂല. അതും ഇല്ലേ കയ്യിൽ? ഇല്ലെന്ന് ചോദിച്ചാൽ പൈസ ഇപ്പോൾ വന്നല്ലോ, ഇനിയിപ്പം നമുക്ക് എടുക്കാം. അത് വേണ്ട, പിന്നെ മേടിച്ചാൽ മതി. നമ്മൾ ഒരു കാര്യം ചെയ്യും, സാധനം ഞാൻ മേടിച്ചോണ്ട് വരാം. കുറച്ച് അധികം മേടിച്ചോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അയ്യോ ഇല്ല എൻ്റെ പൊന്നെ, കിട്ടിയാ മതി. ഒന്നുമില്ല, വേറെ സ്പെഷ്യൽ എന്തെങ്കിലും വേണോ? അങ്ങനെ തന്നെ വേണം നിനക്ക്. അമ്മേ ആരെ കറക്കും? നടരാജൻ നടരാൻ അത് തന്നെ നല്ലത്. Alien versus Alien.